ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 7. ജ്ഞാനവിജ്ഞാനയോഗം. ശ്ലോകം 28, പേജ് നമ്പർ 426. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹനിർമുക്താ ഭജന്തി മാം ദൃഢവ്രതാഃ. പദാനുപദം. കിം തു എന്നാൽ, യേഷാം ഏത്, പുണ്യകർമ്മണാം പുണ്യകർമാക്കളായ, ജനാനാം ജനങ്ങളുടെ, പാപം പാപം, അന്തഗതം അസ്തമിച്ചിരിക്കുന്നുവോ, തേ അവർ, ദ്വന്ദ്വമോഹനിർമുക്താഃ ദ്വന്ദ്വമോഹനിർമുക്തരായി, ദൃഢവ്രതാഃ ദൃഢവ്രതരായിട്ട്, മാം എന്നെ, ഭജന്തേ ഭക്തിയുത സേവനത്തിൽ ഭജിക്കുന്നു. വിവർത്തനം. പൂർവജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ നിർമാർജനം ചെയ്ത് ദ്വന്ദ്വവ്യാമോഹങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നു. അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എൻ്റെ സേവനത്തിൽ മുഴുകും. ഭാവാർത്ഥം. അതീന്ദ്രിയാവസ്ഥയിലേക്കുയരാൻ അർഹതയുള്ളവരെ പറ്റിയാണിവിടെ പറയുന്നത്. പാപികളും നിരീശ്വരവാദികളും മൂഢരും വഞ്ചകരുമായവർക്ക് രാഗദ്വേഷങ്ങളെ അതിക്രമിച്ചു പോകാൻ പ്രയാസമാണ്. മതപ്രമാണങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള നിയമ നിബന്ധനകളനുസരിച്ച് ധാർമ്മികമായി പ്രവർത്തിക്കുക വഴി പാപപ്രതികരണങ്ങളെ കീഴടക്കിയ ഒരാൾക്ക് ഭക്തിയുത സേവനത്തിലേർപ്പെടാം. ക്രമേണ അവർക്ക് പരമപുരുഷനെ സമാധിയിൽ ധ്യാനിക്കാൻ കഴിയും. ആധ്യാത്മിക വേദിയിലേക്കുയർത്തുന്നതാണ് ഈ പ്രക്രിയ. കൃഷ്ണാവബോധത്തിലെ ശുദ്ധഭക്തന്മാരോടുള്ള സമ്പർക്കം വഴി ഈ ഉന്നതപദം പൂകാം. പരമഭക്തരുടെ സഹവാസത്താൽ ആരാണ് മോഹവിമുക്തരാകാത്തത്? യഥാർത്ഥത്തിൽ മുക്തനാവണമെന്നാഗ്രഹിക്കുന്നവർ ഭക്തന്മാരെ സേവിക്കേണ്ടതാണെന്ന് ശ്രീമദ് ഭാഗവതം 5.5.2 നിർദ്ദേശിക്കുന്നു. മഹത് സേവാം ദ്വാരമാഹുർ വിമുക്ത. ഭൗതികതയിൽ മുഴുകിയവരുമായുള്ള സഹവാസം
തമോമയ ജീവിതത്തിലേക്കുള്ള വഴിയാണ്. തമോദ്വാരം യോഷിതാം സംഗിസംഗം. ഭഗവത് ഭക്തന്മാർ ഭൂമിയിൽ സഞ്ചരിക്കുന്നത് വ്യാമോഹിതരായ ബദ്ധജീവാത്മാക്കളെ മുക്തരാക്കാൻ വേണ്ടി മാത്രമാണ്. മൂലസ്വരൂപമായ ഭഗവദ്ധാസ്യാവസ്ഥയെ മറക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര നിയമ ലംഘനമെന്ന് അവ്യക്തിഗതവാദികൾക്ക് അറിഞ്ഞുകൂടാ. തൻ്റെ നൈസർഗികാവസ്ഥയിലേക്ക് തിരിച്ചെത്താതെ ഭഗവാനെ മനസ്സിലാക്കാനോ സ്ഥിരനിശ്ചയത്തോടെ അവിടുത്തെ സേവനമനുഷ്ഠിക്കാനോ ആർക്കും സാധിക്കുകയില്ല താനും. ഹരേ കൃഷ്ണ.